ജനങ്ങളുടെ നന്മ നോക്കുന്ന അങ്ങേക്ക് ഇതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഇത് വെറൊരു പ്രസംഗമായി കരുതാതെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ കരുതിക്കൂടെ? അതെ രഘുരാമ, നിന്നെക്കുറിച്ച് പുറം ലോകത്ത് അറിയപ്പെട്ട നിന്റെ അമ്മയായ എനിക്കും അഭിമാനമല്ലേ? ചെയ്യാമേ. യെസ്. ചേച്ചി catch. ബിജു, നീ എന്തേ കാണിക്കുന്നേ? കളിക്കാ ചേച്ചി, ഇത് കൊള്ളാം, ബോള് പോലെ ഉണ്ട്. താഴെ വീണ പിന്നെ വർക്ക് ആവില്ല. ദിസ് ഇസ് സ്പീക്കർ. എന്ന് വെച്ചാ എന്താ ചേച്ചി? നമ്മള് പാട്ട് കേക്കില്ലേ, അതാണ്. ഇങ്ങനെയും സാധനങ്ങൾ ഉണ്ടോടാ ബിജു? നമ്മൾ ഇത് വല്ലതും കണ്ടിട്ട് വേണ്ടേ? എന്നാ ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ പാട്ട് കേൾക്കാൻ പറ്റോ? ലാപ്ടോപ്പിൽ കണക്ട് ചെയ്താ കേൾക്കാൻ പറ്റും. എന്നാ അതെ ചേച്ചി, വേഗം പാട്ട് വെക്ക്, ഞങ്ങളും കേക്കട്ടെ. നല്ല നല്ല കീർത്തനങ്ങള്, MS സുബലക്ഷ്മിയുടെ പാട്ടുകള്. അതൊക്കെ ഉണ്ടോ ആദ്യേ? വെക്ക് വെക്ക് വെക്ക്. നീ ചോദിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും അല്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നേ. ഓൺലി വെസ്റ്റേൺ മ്യൂസിക്, ഇംഗ്ലീഷ് പാട്ടുകളേ ഉള്ളൂ. എന്നാ അത് വെച്ചാ മതി ചേച്ചി. ഷേക്ക് 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 ആവണം. വീട്ടിലുള്ളവര് കേട്ട നമ്മളെ ഷേക്ക് അടിക്കും. ആ ചേച്ചി ഇങ്ങോട്ട് വന്നേ. എന്താടാ? സൗണ്ട് കുറച്ച് വെച്ചാ മതി. കുഴപ്പമുണ്ടാവില്ല. നമ്മൾ മാത്രം കേൾക്കുന്ന പോലെ വെക്കേ. ഓക്കെ, ഡൺ. ആഹാ, മോളെ ആദ്യേ നിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമായി. ഇത് വോള്യൂം ബട്ടനാ. നമുക്ക് സൗണ്ട് വേണമെങ്കിലേ ദേ ഈ കാണുന്ന ബട്ടൺ അമർത്തിയാ മതി. ഇനി സൗണ്ട് കുറയ്ക്കാനാണെങ്കിൽ ദേ ഇത് അമർത്തണം. ഓ ഷിറ്റ്, ചാർജ് തീർന്നുപോയി. ആ ഇതാ. എക്സ്ക്യൂസ് മീ. ഹലോ, ആ പറയടാ. ചേച്ചി പാട്ട് വെക്കേച്ചി. വേണ്ടടാ ചേച്ചി ചേച്ചി പ്ലീസ് പാട്ട് വെക്ക് ചേച്ചി, പ്ലീസ് ചേച്ചി പാട്ട് വെക്ക് ചേച്ചി, പ്ലീസ് ചേച്ചി. ഷേക്ക് 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 ആവണം ചേച്ചി. ആ ശരി. എന്താടാ ബിജു, പാട്ട് വരുന്നില്ലല്ലോ? സൗണ്ട് കൂട്ടി വെച്ച് നോക്ക്. എന്റെ അമ്മ വേണ്ട. എടാ, കൂടുതൽ സൗണ്ട് വെക്കാൻ പാടില്ല കേട്ടോ. ഒന്നും കേക്കാഞ്ഞിട്ടല്ലേ? ആ ശരി, കുറച്ച് സൗണ്ടിൽ വെക്കാം കേട്ടോ. കൃത്യസമയം വരുമ്പോൾ ഞാൻ തിരിച്ചിട്ടോളാം. ഒന്ന് കൂട്ടി വെക്ക് ചേച്ചി, വെക്ക്. അളിയന്റെ പുറകില് നമ്മളും ശ്രീരാമന്റെ പുറകില് വാനര സൈന്യവും. സബാഷ് സബാഷ്. വേണ്ടേ, ഞാൻ കുഞ്ചൻ നമ്പ്യാരാവാൻ നോക്കിയതാ. പാർവതി, ബിജു എവിടെ പോയി? അവിടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും. ക്യാമറയിൽ അവനെ ഉൾപ്പെടുത്തണ്ടേ പെങ്ങളെ? കുഴപ്പമില്ല അച്ഛാ. അമ്മാവും സംസാരിക്കുന്ന കേട്ടില്ലേ, ഒന്നും മിണ്ടാതിരിക്കെ. എല്ലാം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുക.
റെഡി സർ? ഉം. ക്യാമറ. ഓക്കെ. നമസ്കാരം. അയോധ്യയിലെ രാമനെ ലങ്കയിൽ എപ്പോഴാണ് കാണുക? യുദ്ധത്തിനായിട്ട് പോകുമ്പോഴല്ലേ? അതുപോലെ രഘുരാമൻ സാറിനെയും അദ്ദേഹത്തിന്റെ ഈ അയോധ്യ ലങ്കയിൽ വന്ന് പരിചയപ്പെടാൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇന്നും നമ്മുടെ പരമ്പരാഗതമായ രീതികൾ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ അഭിമാനപൂർവ്വം നമ്മുടെ സീ ചാനൽ എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. സർ, വെസ്റ്റേൺ കൾച്ചറിന്റെ ആധിക്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഇപ്പോഴും പഴയ രീതികൾ തന്നെ ഫോളോ ചെയ്ത് പിന്നോക്കം നിൽക്കുന്നതായി തോന്നുന്നില്ലേ? വളർച്ചയുടെ പേരിൽ ഇന്ന് നാട് മുന്നേറിക്കൊണ്ടിരിക്കുന്നെന്ന് പറയുന്ന പല ആൾക്കാരും ഭയപ്പെടുകയാണ്. മാറ്റം എന്തിനു വേണ്ടിയാണെന്ന് പോലും അറിയാതെ അവരിന്നും പോരാടുകയാണ്. ഒരുപക്ഷെ അവരുടെ മനസാക്ഷി എന്തിനു വേണ്ടിയാണ് ഓടുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ വേണ്ടി അവരാ ഓടുന്നത് തന്നെ നിർത്തും. ലക്ഷ്യമില്ലാത്തവരാണ് ദിശ അറിയാതെ വഴിമാറിപ്പോകുന്നത്. അതുകൊണ്ട് അവർക്ക് ആ ലക്ഷ്യത്തിലെത്താൻ ജീവിതകാലം മുഴുവൻ വേണ്ടിവരും. നിങ്ങളുടെ വീട്ടിൽ ലാൻഡ് ലൈൻ അല്ലാതെ മൊബൈൽ ഉപയോഗിക്കാറില്ലെന്ന് കേട്ടു. അതെന്തുകൊണ്ടാ? ടെക്നോളജി ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങളുടെ പോക്കറ്റിലെത്തുമല്ലോ. അതുണ്ടാവില്ല. സൂര്യോദയത്തിന് എണീറ്റ് ഉള്ളംകൈയിലേക്ക് നോക്കി ഭഗവാന്റെ പേരെടുത്ത് വിളിച്ച് കീർത്തനങ്ങൾ പാടേണ്ടവര് ആ കൈകൊണ്ട് മൊബൈൽ എടുത്ത് ഇന്നലെ ആരെന്ത് മെസ്സേജ് അയച്ചു, ആരൊക്കെയാ ഫോൺ ചെയ്തതെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആൾക്കാർ ഈ നിമിഷവും ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 4 പേരുള്ള വീടാവട്ടെ, 40 പേരുള്ള ബസ് സ്റ്റാൻഡ് ആവട്ടെ, അല്ലെങ്കിൽ 400 പേരുള്ള റെയിൽവേ സ്റ്റേഷൻ ആവട്ടെ, എവിടെ പോയി നോക്കിയാലും ആരും ആരുടെയും മുഖത്ത് നോക്കുന്നില്ല. ഭാര്യയും ഭർത്താവും ആവട്ടെ, അമ്മയും കുട്ടിയും ആവട്ടെ, മുത്തശ്ശനും പേരക്കുട്ടിയും ആവട്ടെ, അനിയത്തിയോ ചേട്ടനോ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നാലും ശരി, അവരാരോ ആണെന്നുള്ള രീതിയിൽ തലകുനിഞ്ഞിരുന്ന് ഫോണിൽ ആൾക്കാർ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ജീവിച്ച ബന്ധങ്ങളും ഉണ്ടാവില്ല, വികാരങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ടാ ഞാനും മൊബൈൽ ഉപയോഗിക്കാത്തത്, എൻ്റെ കുടുംബത്തിനോടും ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത്. ആർക്കെങ്കിലും വേണമെന്ന് തോന്നിയാലോ? അനാവശ്യം എന്ന വാക്കിന് മാത്രമേ ഇവിടെ അനുമതിയുള്ളൂ. ജോലി കഴിഞ്ഞ നിങ്ങളുടെ ടെക്നോളജി വീട്ടിൻ്റെ പുറത്തായിരിക്കണം. വീട്ടിലോ നിങ്ങളുടെ മനസ്സിലോ അതിന് സ്ഥാനം കൊടുക്കരുത്. നന്നായി സർ, നല്ല കാര്യമാണ് പറഞ്ഞത്. ജൈവകൃഷിയെക്കുറിച്ചൊന്ന് പറയാമോ? ഇന്നത്തെ കാലത്ത് കെമിക്കൽസ് ഉപയോഗിക്കാതെ വിളവെടുക്കുക എന്ന് വെച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടല്ലേ? ഈ തെറ്റായ ചിന്താഗതി അതിനെ വളർത്തിയത്. കെമിക്കൽ ഉപയോഗിച്ച് കൃഷി നടത്തി വിളവെടുത്ത് കുറെ ലാഭം കൊയ്യാൻ പറ്റിയേക്കാം. പക്ഷെ ആ ധാന്യങ്ങളും പച്ചക്കറികളും നിങ്ങൾ കഴിച്ചാൽ അത് നിങ്ങളെ ക്യാൻസറിലേക്ക് കൊണ്ടുപോയി വിടും. ഡോക്ടേഴ്സ് വരെ ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. കാത്തിരിക്കാനുള്ള സമയവും ക്ഷമയും ഇല്ലാത്തത് കാരണം ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടി തിരക്കുകൂട്ടി ഈ ഭക്ഷണം എല്ലാവർക്കും ചേർത്ത് കഴിക്കാനുള്ളതാണെന്ന് മറന്ന് നമ്മൾ വിഷമാണ് കൊടുക്കുന്നത്. ആഹാരം മരുന്ന് പോലെ കഴിച്ച കാലം പോയി മരുന്ന് ആഹാരം പോലെ കഴിക്കുന്ന കാലത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, അതാണ് ജൈവകൃഷി. ഇതാണ് എൻ്റെ അമ്മ സുഭദ്രാമ്മ. നമസ്കാരം. 70 വയസ്സായിട്ടും ബിപിയോ ഷുഗറോ ക്ഷീണമോ ഒന്നും തന്നെ ഇല്ല. പണ്ടെന്നും ഒരു ചെറിയ പനി വന്നേനെ ആശുപത്രി പോയെ. അതും എന്റെ ഭർത്താവിനെ ഇരുട്ടത്ത് കണ്ടതുകൊണ്ട് വന്നതാ. വളരെ സന്തോഷം സർ. അവസാനായിട്ട് സീ ന്യൂസ് പ്രേക്ഷകരോട് സാറ് 2 വാക്ക് പറയണം. ജനങ്ങളെല്ലാവരും സെൽഫോണിൽ ചെലവിടുന്ന സമയത്തിൽ നിന്ന് 10% ഭഗവത്ഗീത വായിക്കാൻ ഉപയോഗിക്കൂ. അതിൽ ശ്രീകൃഷ്ണൻ ജീവിതത്തിന്റെ തത്വത്തിനെ കുറിച്ച് പറയുന്നുണ്ട്.
എല്ലാവരും അത് ഒരു തവണയെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കും. താങ്ക് യു സർ. വളരെ നന്ദിയുണ്ട്. ശിവരാമ, അവരുടെ ഭക്ഷണം ഏർപ്പാടാക്കിയോ? എല്ലാം തയ്യാറാണ് ചേട്ടാ, നടന്നോളൂ. സർ, പ്രകൃതിയെ ബഹുമാനിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ മറ്റൊരു ദിവസം ഉറപ്പായിട്ടും വരാം. ശരി മോളെ, താങ്ക് യു വളരെ സർ. നന്ദി. വരട്ടെ സാർ. താങ്ക് യു. താങ്ക് യു. എന്ത് രസമായിരുന്നു നിന്റെ സംസാരം. ഏട്ടനെ ഇനി ടി വിയിൽ എത്ര പേര് കാണാൻ പോവാ? ചുറ്റിയുടെ ഏട്ടത്തി. ടി വിയിൽ എന്നാണാവോ വരാൻ പോകുന്നത്. പെട്ടെന്നൊന്ന് വന്നു കിട്ടിയാ മതിയായിരുന്നു. അളിയ, എന്റെ മകൻ ശ്രീനി കാരണമാ അളിയന്റെ മഹത്വം ഈ ലോകം മുഴുവൻ അറിയാൻ പോകുന്നത്. മരുമോനെ, അഭിമാനം പുറത്തു കാണിക്കുന്നതല്ല വലിയ കാര്യം. 4 പേര് അഭിമാനിക്കുന്നത് പോലെ പെരുമാറണം. ആദ്യ നിന്റെ കാര്യം ഇന്ന് കഴിഞ്ഞടി. അമ്മാവന്റെ വായിലിരിക്കുന്നത് മൊത്തം നീ കേൾക്കും. ഞാനിന്ന് വളരെയധികം സന്തോഷത്തിലാണ്. കുറച്ചു നേരം കൂടി ഒന്ന് കഴിഞ്ഞാ അമേരിക്കക്കാരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ബിജു, എനിക്കിത് വേണ്ട. ആരാ ഇത്ര സൗണ്ട് വെച്ചത്? എടാ രാജലക്ഷ്മി, അച്ഛൻ. രാജലക്ഷ്മി. ബിജു വാടാ. അയ്യോ, എന്നെ വിട്ടേക്ക്, ഞാനില്ല. എടാ ബിജു. രാജലക്ഷ്മി വരാനല്ലേ പറഞ്ഞേ? ആദ്യ വാ. ഞാനെതിരെ വരണം? വാ ആദ്യേ. ഷോ, ഞാൻ എന്തിനാ? നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? പെട്ടെന്ന് ഇംഗ്ലീഷ് പാട്ട് പ്ലേ ആയി മാവ. എനിക്ക് തോന്നുന്നു ആദ്യയുടെ റൂമിൽ നിന്നാ. ഏട്ടനും അതന്നെയാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. അത് പിന്നെ അച്ഛാ, മ്യൂസിക് പ്ലെയർ. ആദ്യയുടെ ആണ്. അറിയാതെ സൗണ്ട്. സംസ്കാരത്തോടെ ജീവിക്കാനും പ്രകൃതിയോടൊപ്പം ചേർന്ന് ജീവിക്കാനും ഇന്റർവ്യൂ കൊടുത്ത 5 മിനിറ്റ് പോലും ആയില്ല. അവരുണ്ടായിരുന്നപ്പോ ഈ സംഭവം നടന്നിരുന്നെങ്കിൽ സംസ്കാരം ഇവർക്ക് നാവിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ലാന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് പോയനെ.
ക്ഷമിക്കണേ അച്ഛാ. ഇതുപോലുള്ള സാധനങ്ങൾ എങ്ങനെ വീട്ടിലെത്തി? ദേ ഈ പെങ്കൊച്ച വരുത്തിയത്. അവരെന്ത് സാധനങ്ങൾ കൊണ്ടുവന്നാലും നിങ്ങളുടെ മരുമകൾ അവരോട് ഒരു ചോദ്യം പോലും ചോദിക്കാത്തപ്പോൾ അവരെന്ത് ചെയ്യോ അമ്മേ പറയാ? അമ്മയ്ക്കിത് അറിയില്ല അച്ഛാ. അതെങ്ങനെ വർക്ക് ചെയ്യുന്ന രാജലക്ഷ്മിക്ക് അറിയില്ല. നീ പഠിപ്പിച്ചോ? അവള് നിന്നോട് ചോദിച്ചോ? അത് രണ്ടും അല്ല. ടെക്നിക്കലി ഒരു പ്രോബ്ലം ഉണ്ടായതാ. ഇനി ഒരു തവണ എന്തായാലും ഉണ്ടാവില്ല. ആവശ്യമില്ല ശ്രീനി, അമ്മാവാ. അത് നദിയിലേക്ക് വലിച്ചെറിഞ്ഞേക്ക. ശരി അമ്മാവാ. ശ്രീനി, അപ്പു ഫെല്ലോ നിക്ക്. എന്തേ ചെയ്യുന്നേ? നിന്നോടാ? അപ്പു നിക്ക്. അപ്പു പ്ലീസ്, അപ്പു അവിടെ നിക്ക്. അതെനിക്ക് എന്റെ മമ്മ തന്ന ഗിഫ്റ്റാ. അത് കളയരുത് പ്ലീസ്. എടാ അപ്പു, അവിടെ നിക്ക്. നിക്കടാ, നിക്കാനല്ലേ പറഞ്ഞേ. അപ്പു, അപ്പു അവിടെ നിക്ക്. അപ്പു, എടാ ശ്രീനി, അതെനിക്ക് എന്റെ മമ്മ തന്ന ഗിഫ്റ്റാ. പ്ലീസ് അത് കളയല്ലേ. അപ്പു പ്ലീസ്, പ്ലീസ് വെയിറ്റ്. അപ്പു പ്ലീസ്, അപ്പു വെയിറ്റ്. അപ്പു, അപ്പു അതിങ്ങ് താ. അപ്പു, അപ്പു, അപ്പു അതെനിക്ക് എന്റെ മമ്മ തന്ന ഗിഫ്റ്റാ. പ്ലീസ് അപ്പു, അപ്പു പ്ലീസ്, അപ്പു പ്ലീസ്, പ്ലീസ് അപ്പു. പ്ലീസ് അപ്പു, അപ്പു പ്ലീസ്. എന്തു പറ്റി? ശരിക്കും വേദനിക്കുന്നുണ്ടല്ലേ? എന്നെ ഇല്ലാതിരിക്കോ? നിന്റെ അമ്മ നിനക്ക് ഒരുപാട് സ്നേഹത്തോടെ തന്ന ഗിഫ്റ്റ് അല്ലേ? ഹലോ, ഇങ്ങോട്ട് നോക്ക്. നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാ ഞാൻ പറയുന്നത് കേൾക്കൂല. അയ്യോ, എന്താ ഇത്? നീ എന്തിനാ ഇത്രയൊക്കെ ഇമോഷണൽ ആവുന്നേ? നിനക്ക് നന്നായിട്ട് കരയിപ്പിക്കാൻ അറിയുന്നേ ഞാൻ ഓർത്തുള്ളൂ. ഇങ്ങനെ കിടന്ന് കരയൂന്ന് ഓർത്തില്ല സത്യമായിട്ടും. ഈ പുഴയിലേക്കല്ലേ ഞാൻ വലിച്ചെറിഞ്ഞേ? ഈ അഹങ്കാരം പിടിച്ചവൾക്ക് ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല, ശരിക്കും കരയാതെ എങ്ങനെ ഇരിക്കാനാ? സ്വന്തം ഒന്ന് കരുതി എന്തെങ്കിലുമൊക്കെ പോയാ കരച്ചില് വരാതെ വേറെന്ത് ചെയ്യാനാ?
എന്റെ അമ്മാവൻ ഇതുവരെ എന്നെ തല്ലിയിട്ടില്ല. ഈ പ്രായത്തിൽ എന്റെ അമ്മാവൻ എന്നെ കൈനീട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീയാ. ഞാൻ സിഗരറ്റ് വലിക്കുന്നവനാണെന്നും എനിക്ക് വേറെയും ദുശീലങ്ങളും ഉണ്ടെന്നുള്ള രീതിയിൽ എന്നെ ഒരു വൃത്തികെട്ടവനായി ചിത്രീകരിച്ച് എന്നെ എന്റെ അമ്മാവന്റെ മുന്നിലിട്ട് നാണം കെടുത്തിയപ്പോ ഞാൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മാത്ര നിനക്കിട്ട് തിരിച്ചു തരാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തത്. സ്പീക്കറിൽ നിന്ന് സൗണ്ട് വരുന്ന രീതിയിൽ ഞാൻ പവർ ഓൺ ചെയ്തു.